ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ്ട് കണ്ടോ എൻ്റെ ഒരു മണ്ടാച്ചി തയ്യൽ മിഷൻ. മണ്ടാച്ചി എന്ന് പറഞ്ഞാലും പോരാ, പൊട്ട തയ്യൽ മിഷൻ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 10 വർഷമായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു തയ്യൽ മിഷനാണ്. 10 വർഷത്തിൽ മേളിലായി നമ്മൾ ഈ തയ്യൽ മിഷൻ ഉപയോഗിക്കാതായിട്ട്. അപ്പോൾ ഈ തയ്യൽ മിഷീൻ്റെ ഏതാണ്ട് ഒരു പാർട്സിന് യാതൊരുവിധ ചലനവും ഇല്ല. പിന്നെ ആ വീല് മാത്രം കറങ്ങുന്നുണ്ട്, അതിന് ബെൽറ്റും ഒന്നും ഇല്ല. അതാണ്ട് കണ്ടോ, അതിൻ്റെ മേളിലത്തെ ആ സാധനത്തിലൊന്നും പിടിച്ചാൽ അത് അനങ്ങുന്നു പോലും ഇല്ല. എല്ലാം സ്ട്രക്കായിപ്പോയി, മൊത്തത്തിൽ സ്ട്രക്കായിപ്പോയൊരു മണ്ടൻ തയ്യൽ മെഷീനാണ്. ഞാനിതെടുത്ത് ഒരു സമയത്തെടുത്ത് ആക്രിക്കാർക്ക് കൊടുത്താലോ എന്ന് വരെ വിചാരിച്ച ഒരു തയ്യൽ മെഷീനാണ്. അപ്പം ഈ തയ്യൽ മെഷീൻ എടുത്ത് ആക്രിക്കാർക്ക് കൊടുക്കുക. ഒരു പ്രാവശ്യം ആക്രിക്കാരെ വിളിച്ചുകൊണ്ടും വന്നെയാണ് ഈ മെഷീൻ എടുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞു. അന്ന് വീട്ടിൽ അണ്ണനാ പറഞ്ഞത് ഇത് കൊടുക്കണ്ട, നമുക്ക് നന്നാക്കി എടുക്കാമെന്ന്. പിന്നെ അതിങ്ങനെ കിടന്ന് വർഷങ്ങളായി. ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു പൊട്ടൻ തയ്യൽ മെഷീനാണിത്. അപ്പോഴാണ് ഞാൻ അടുത്തിടയ്ക്ക് ഞാൻ അറിഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ തയ്യൽ മെഷീൻ ഇതുപോലെ കേടായിട്ട് കിടന്നിട്ട് ഒരണ്ണനെ വിളിച്ച് ശരിയാക്കി ചെന്ന്. അപ്പം ഞാനും വിചാരിച്ച് എന്തായാലും എനിക്ക് ഡ്രസ്സൊക്കെ തയ്ക്കാമല്ലോ, അത്യാവശ്യം കുറച്ച് തയ്ക്കാനൊക്കെ എനിക്കറിയാം. ഞാൻ വലിയ പ്രൊഫഷണൽ തയ്യലുകാരിയൊന്നും അല്ല, എങ്കിലും അത്യാവശ്യം നമുക്ക് തയ്ക്കാൻ അറിയാമെന്നുണ്ട്. കണ്ടോ, ചിലന്തി വല എല്ലാം കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നന്നാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എനിക്കാവശ്യമുള്ള ഡ്രസ്സെങ്കിലും തയ്ച്ചെടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാനപ്പോൾ ഒരാളിനെ വിളിച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നാക്കിക്കാനായിട്ട്. അപ്പം നമുക്ക് എത്ര പൊട്ടൻ തയ്യൽ മെഷീൻ ആയാലും നമുക്ക് നന്നാക്കി എടുക്കാമെന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിലുള്ള നമ്മുടെ വീട്ടിൽ വന്നിട്ടാണ് പുള്ളി ഇത് പണിഞ്ഞു തരുന്നത്. അപ്പം എന്താണ്ട കണ്ടില്ലേ, ഞാൻ എൻ്റെ ആ ഒരു മെഷീൻ്റെ അവസ്ഥ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു. വളരെ മോശമായിരുന്നു. മൊത്തം എല്ലാ പാർട്സും സ്ട്രക്കായി പോയി, സ്ക്രൂ എല്ലാം തുരുമ്പിച്ച് ആകെ നാശമായിട്ടിരുന്നേ. അപ്പം ഈ പുള്ളിയുടെ പേര് ബോസ്കോ എന്നാണ്. അപ്പം എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയുണ്ട്. കൂട്ടുകാരി ചേച്ചിയുടെ വീട്ടിലും ഇതേപോലൊരു തയ്യൽ മെഷീൻ ആകെ മൊത്തം പൊളിഞ്ഞു പോയി. അതിൻ്റെ തയ്യൽ മെഷീൻ്റെ സ്റ്റാൻഡ് വരെ പൊളിഞ്ഞു പോയിട്ടൊരു പന്ന മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിക്ക് ആ മെഷീൻ ശരിയാക്കി കൊടുത്ത് ആ ചേച്ചി ഇപ്പോഴും ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് ഞാനും വിചാരിച്ചത് എന്നാൽ എൻ്റെ മെഷീനും ഒന്ന് വിളിച്ച് കാണിക്കാമെന്ന്. ഇത് യഥാർത്ഥത്തിൽ പറയുവാണെങ്കിൽ എൻ്റെ അച്ചാമ്മയ്ക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അച്ചാമ്മ പൈസ തന്നിട്ട് ഞാൻ വാങ്ങിച്ചൊരു തയ്യൽ മെഷീനായി. ഇപ്പം അച്ചാമ്മ മരിച്ചിട്ട് 13 വർഷമായി. അപ്പം അച്ചാമ്മ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് വാങ്ങിച്ചെങ്കിലും എനിക്ക് അധികം ഉപയോഗിക്കാൻ സാധിച്ചില്ല. കാരണം ഇത് വാങ്ങിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പെരപണി വന്ന്. പിന്നെ ആ പെരപണിയുടെ അടുത്ത് അതായത് ഒരു മൂലയിലോട്ട് തള്ളി അങ്ങിട്ട് പിന്നെ അവിടെ കിടന്ന് പൊടിയൊക്കെ കയറി. ഇത് പിന്നെ വർക്കാവാതായി. പിന്നെ ഇതിനകത്ത് പിന്നെ ആയപ്പോൾ ഇയാളെ അങ്ങോട്ട് ശ്രദ്ധിക്കാതായി. എന്തോ ആയാലും ഇപ്പോൾ ഇത് മിനിമം ഇത് ഏതാണ്ട് വർക്കായിട്ട് 10 വർഷത്തിന് മേലായിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇത് എടുത്ത് ചെയ്യാനൊരു പ്രചോദനമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓരോ തുണിയൊക്കെ തയ്ക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കാണുമായിരിക്കും. സാരിയൊക്കെ ആയാലും മുറിച്ച് നമുക്കൊരു ചുരിദാറിൻ്റെ ടോപ്പൊക്കെ തയ്ക്കാമെന്നുള്ള ആഗ്രഹം കാണും. അപ്പം നമ്മളതും പൊക്കി പിടിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു തയ്യൽക്കാരുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഒന്ന് തയ്ക്കുന്നതിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്ന വിലയെന്ന് പറയുമ്പം ആ ഒരു അങ്ങേയറ്റത്തെ റേറ്റായിരിക്കും ചോദിക്കുന്നത് ഒരു ചുരിദാറിൻ്റെ ടോപ്പൊക്കെ തയ്ക്കുന്നതിന്. അപ്പം രണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് ഈ സാധനം തയ്ച്ച് കിട്ടത്തില്ല. അതുകൊണ്ട് കണ്ടില്ലേ, വേട്ടാവളി എൻ്റെ കൂട് വരെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. കഷ്ടം, അവരൊക്കെ എന്നെ പ്രാവി കാണും. അവരുടെ ആവാസ വ്യവസ്ഥയിലെല്ലാം ഞാൻ പ്രശ്നം സൃഷ്ടിച്ചിട്ടാണല്ലോ ഇപ്പോൾ ഇത് ശരിയാക്കിക്കുന്നത്. വേട്ടാവളി എൻ്റെ കൂട് വരെ കുത്തി പൊളിച്ചെടുത്ത് കളഞ്ഞു. ഒരുപാട് ക്ഷുദ്രജീവികളൊക്കെ താമസിച്ചുകൊണ്ടിരുന്നേ. കഷ്ടം, അവരെല്ലാം എന്നെ ഇപ്പോൾ പ്രാവുമായിരിക്കും. അവരുടെ എല്ലാം കിടപ്പാടം ഞാൻ നഷ്ടപ്പെടുത്തിയ ഓർത്ത് കാരണം. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഓരോ തുണിയും തയ്ക്കുന്നതിൻ്റെ ആ ഒരു റേറ്റും പിന്നെ നമ്മുടെ സമയത്തിന് തയ്ച്ച് കിട്ടത്തില്ലെന്നുള്ളതും ഒക്കെ കൊണ്ടാണ്. എന്നാൽ പിന്നെ എൻ്റെ ഇവിടെ കിടക്കുന്ന ശകടം ഒന്ന് എടുത്തൊന്ന് ശരിയാക്കിയാലോ എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ അതിന് നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വന്ന് ശരിയാക്കി തരും. ഈ എണ്ണം കൊല്ലം ജില്ലയിലാണ്. പുള്ളിയോട് ഞാൻ ചോദിച്ചപ്പം കൊല്ലം ജില്ലയിൽ എവിടെ ആയാലും വീട്ടിൽ പോയി ശരിയാക്കി കൊടുക്കുമെന്ന്
എന്നോട് പറഞ്ഞ്. അപ്പോൾ എനിക്ക് തോന്നി ഇതുപോലെ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് കാണും ഇതേപോലെ തയ്യൽ മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്നത്. കൊണ്ടുപോകാനുള്ള സാഹചര്യം, കൊണ്ടുപോയി കടയിൽ കൊടുക്കാനോ തിരിച്ച് മേടിച്ചുകൊണ്ട് വരാനും ഒന്നുമുള്ള സാഹചര്യം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഒരുപാട് പേര് കാണുമെന്ന് എനിക്ക് തോന്നി. കാരണം മിക്കവാറും ഉള്ള വീടുകളിലെല്ലാം ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലൊരു മെഷീൻ കാണും. അത് ശരിയാക്കി എടുക്കാനും അത് കൊണ്ടുപോകാനും ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇതിങ്ങനെ മൂലയിലിട്ടേക്കുമായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ മെഷീൻ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും തയ്യൽ മെഷീൻ, കൊല്ലം ജില്ലയിലുള്ളവർക്ക് ആർക്കെങ്കിലും ഇതേപോലെ തയ്യൽ മെഷീൻ പന്നലായി എത്ര വർഷത്തെ പഴക്കമോ എത്ര നാളുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതോ എന്നുള്ളതൊന്നും ഒരു വിഷയമേ അല്ല. നിങ്ങൾക്ക് തയ്യൽ മെഷീൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ട് ശരിയാക്കാൻ പറ്റാതെ എത്ര പന്നലായിട്ട് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ദാ ഈ അണ്ണനെ വിളിച്ച് കഴിഞ്ഞാൽ, ഈ അണ്ണൻ്റെ പേര് ബോസ്കോ എന്നാ, ഈ അണ്ണനെ വിളിച്ചാൽ വന്ന് ഈ അണ്ണൻ നല്ല അടിപൊളിയായിട്ട് ശരിയാക്കി തരും. സൂപ്പറായിട്ട് ശരിയാക്കി തരും. കാരണം എൻ്റെ ഈ തയ്യൽ മെഷീൻ അത്രയ്ക്ക് പന്നലായി കിടന്നതാണ്. അത് മൊത്തം ഇളക്കി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എല്ലാ പാഴ്സും ക്ലീൻ ചെയ്താണ് ഇതിനകത്ത് തിരിച്ച് വെച്ചത്. പുതിയത് ഇടേണ്ടുന്നതെല്ലാം എണ്ണം പുതിയ സാധനങ്ങളിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നമ്പർ ആവശ്യപ്പെടുവാണെങ്കിൽ ഞാൻ ഈ അണ്ണൻ്റെ നമ്പർ തരാം. അപ്പോൾ ഈ അണ്ണനെ വിളിച്ചാൽ ഈ അണ്ണൻ നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് ശരിയാക്കി തരും. നമ്മൾ ഇതും കൊണ്ട് എങ്ങും പോവേണ്ട കാര്യമില്ല. ഒരുപാട് ചാർജൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കത്തില്ല. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. നമുക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ചാർജേ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. നമുക്കിപ്പോൾ ഒരു പുതിയ തയ്യൽ മെഷീൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയാലും ഒരു 7000 രൂപയ്ക്ക് മുകളിലോട്ട് ചാർജ് ആവും. അപ്പം എത്ര പഴകിയതോ ആയിക്കോട്ടെ, ഇനി ഒരു പക്ഷേ തുരുമ്പെടുത്ത് ആക്രിക്ക് കൊടുക്കാൻ പാകത്തിനായതോ ആയിക്കൊള്ളട്ടെ, ഈ അണ്ണൻ്റെ കൈ കൊടുത്താൽ 100% ഇത് വൃത്തിയായിട്ട് ശരിയാക്കി തരും. താണ്ട് എൻ്റെ തയ്യൽ മെഷീൻ ശരിയാക്കി താണ്ട് എന്നെ തയ്ച്ച് കാണിക്കുന്നതാണ് ഇത് വീഡിയോ പിടിക്കുന്ന. ഈ തയ്യൽ മെഷീൻ ശരിയാക്കിയതിന് ശേഷം കണ്ടോ തയ്ച്ച് കാണിക്കുന്നുണ്ടോ, ആ കാണിക്കുന്നു ഒരു പ്രശ്നവും ഇല്ല. നല്ല സൂപ്പറായിട്ട് കാണി വീഴുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് നമ്പർ ആവശ്യപ്പെട്ടാൽ ഞാൻ ഈ അണ്ണൻ്റെ നമ്പർ തരാം. അപ്പം നിങ്ങൾക്ക് തയ്യൽ മെഷീൻ ഇതുപോലെ കേടായി കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വിളിച്ച് ശരിയാക്കാം. ഇനി ആരും തയ്യൽ മെഷീൻ കേടായി പോയി എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇത് ശരിയാക്കി തരും. നല്ല വൃത്തിയായിട്ട് ശരിയാക്കി തരും. കാരണം എനിക്കിത് മേടിച്ചപ്പോൾ തൊട്ടേ ഈ തയ്യൽ മെഷീൻ ഓരോരോ കംപ്ലൈൻറ്റുകളായിരുന്നു. ഇപ്പം എന്താ വന്ന് അഴിച്ച് പണിഞ്ഞ് ശരിയാക്കി എനിക്ക് അതിനെ കാണിക്കുമൊന്നും ഒരു പ്രശ്നവും ഇല്ല. നല്ല വൃത്തിയായിട്ട്